ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് ഈ മാസം 27 വരെ നീട്ടിയത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഗുഡ് ആഫ്റ്റർനൂൺ. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഈ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ ജുഡീഷ്യൽ കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ഇവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ വീണ്ടും നീട്ടി. SIT ഉൾപ്പെടെ കസ്റ്റഡി ആവശ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവരെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാൻ കോടതി തീരുമാനിച്ചത്. ഈ മുരാരി ബാബു റാന്നി കോടതിയിൽ നേരത്തെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കോടതി അത് പിന്നീട് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഈ ശബരിമലയിലെ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട FIR-ലും ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട FIR-ലും കഴിഞ്ഞ ദിവസമാണ് ഈ അഴിമതി നിരോധന നിയമം കൂടി കൂട്ടിച്ചേർത്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും കൊല്ലം വിജിലൻസ് കോടതിയിലായിരിക്കും നടക്കുക. അതിൻ്റെ പേപ്പറുകൾ ഉൾപ്പെടെ നിലവിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നടപടിക്രമങ്ങൾ കൊല്ലത്തായിരിക്കും നടക്കുക. എന്തായാലും ഈ ജയശ്രീ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഏത് നിമിഷവും അറസ്റ്റിലാകാമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ജയശ്രീ SIT ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ പത്മകുമാറിനെയും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയേക്കും. എന്തായാലും 2 ആഴ്ച മാത്രം ഈ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് SIT ഈ കേസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.